നമ്മുടെ ഫ്ലൈയിങ് കൈറ്റ് എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമ്മുടെ ഫ്ലൈയിങ് കൈറ്റിലെ ആക്ടിവിറ്റി പാർട്ട് നമുക്ക് നോക്കണ്ടേ. ഒത്തിരി 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 കുഞ്ഞു 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 ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. എന്തോ ഒരു രസമുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നേ. ഇവിടെ നോക്കടാ, നമ്മൾ ആക്ടിവിറ്റി ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് ഇന്നൊന്ന് പഠിച്ചാലോ. ഇവിടെ നോക്കുക. Kitty has grown up into a big colorful bird. നമുക്കറിയാം നമ്മുടെ മിന്നു എന്ത് ചെയ്ത് നമ്മുടെ ബേർഡിനെ മഴയത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ നല്ലോണം നോക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്ത് നട്ട്സ് ഒക്കെ കൊടുത്ത് വലിയ പക്ഷിയായില്ലേ. She now looks like a rainbow. അവളെ കാണാൻ ഇപ്പൊ എന്തുണ്ട്, ഭയങ്കര ഭംഗിയാണ് അവളെ കാണാൻ അവള് റെയിൻബോ പോലെയുണ്ടെന്നാ പറയുന്നത്. റെയിൻബോ പോലെയുണ്ട്. Have you seen rainbows? നമ്മളോട് ചോദിക്കാണ് നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടോ? മഴ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ മഴ കണ്ടിട്ടുണ്ട്, മഴ നമ്മളൊക്കെ കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടോ? മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തിനാവും ആകാശത്ത് ഇങ്ങനെ വലിയ വട്ടത്തിൽ ഇതേപോലെ മഴവില്ലുണ്ടാവും അല്ലേ, റെയിൻബോ ഉണ്ടാകും. Here is a rainbow song for you. Read and enjoy it. ഇവിടെ എന്താണ് ഒരു റെയിൻബോ സോങ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മളത് വായിക്കാനാ പറയുന്നത്. നമ്മളെങ്ങനെ വായിക്കാം? I can name the colors of the rainbow. ഏതൊക്കെയാ റെയിൻബോന്റെ കളേഴ്സ്? റെഡ്, ഓറഞ്ച്, യെല്ലോ ആൻഡ് ഗ്രീൻ. Blue, indigo and violet are seen in the rainbow. I can find the colors in the rainbow. Red, orange, yellow and green. Blue, indigo and violet are seen in the rainbow. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇത് തന്നത് എന്തിനാ? നമ്മൾ ഈ ഒരു റെയിൻബോസിന്റെ കളേഴ്സ് പഠിപ്പിക്കാനാ അല്ലേ. ഇവിടെ നോക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, നമ്മളോട് ഈ കളേഴ്സ് പഠിക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ കളേഴ്സ് പഠിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെ പഠിക്കും? ഇവിടെ മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല, കളേഴ്സിന്റെ സ്പെല്ലിങ് തന്നിട്ടില്ല അല്ലേ. ഇവിടെ നോക്ക്, നമ്മൾ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ഫിൽ ചെയ്ത് എഴുതണം. ആദ്യത്തെ നമുക്കറിയാം ഇറ്റ് ഈസ് വി ഡാഷ് ഡാഷ്. നോക്ക്, എൽ ഡാഷ് ഡാഷ് അല്ലേ. ആദ്യത്തെ എന്താണ്? ഇറ്റ് ഈസ് വയലറ്റ് അല്ലേ. ഫസ്റ്റ് വൺ എന്താ? ഇറ്റ് ഈസ് വയലറ്റ്. VIOLET. ഇറ്റ് ഈസ് വയലറ്റ് അല്ലേ. വയലറ്റ് കളറാണ് ആദ്യത്തേത്. നെക്സ്റ്റ് വൺ എന്താ? ഇറ്റ് ഈസ് ഇൻഡിഗോ. INDIGO. ഇൻഡിഗോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇൻഡിഗോ എന്ന് നിങ്ങൾ എഴുതണം. തേർഡ് വൺ എന്താണ്? ബ്ലൂ ആണ്. BLUE. ബ്ലൂ അല്ലേ. നമ്മൾ ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നോക്കുക, BLUE. ഇറ്റ് ഇസ് ബ്ലൂ അല്ലേ. ഇറ്റ് ഇസ് ബ്ലൂ. നൗ വാട്ട് ഇസ് ദ ഫോർത്ത് വൺ? നാലാമത്തെ കളർ ഏതാ റെയിൻബോന്റെ? ഇറ്റ് is green. Oh my god. GREEN. 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 it is green. green ആണ് എന്ത്? നെക്സ്റ്റ് കളർ. അടുത്ത് നോക്കടാ. അടുത്തത് ഫിഫ്ത്ത് വൺ. ഇറ്റ് ഇസ് യെല്ലോ. ഏതാണ്? മഞ്ഞ കളർ യെല്ലോ ആണ് അല്ലേ. ഇറ്റ് ഇസ് നോട്ട് യെല്ലോ, ഇറ്റ് ഇസ് യെല്ലോ. ഓക്കെ. YELLOW. യെല്ലോ. YELLOW. it is yellow. നെക്സ്റ്റ് നോക്കടാ. ഇറ്റ് ഈസ് ഓറഞ്ച്. അടുത്ത എന്താണ്? ഓറഞ്ച് കളർ ആണ്. എന്താ ഓറഞ്ചിന്റെ സ്പെല്ലിംഗ്? we have RANGE. it is orange. one more time. ഒന്നൂടി പറഞ്ഞേ. ORANGE. orange അല്ലേ. it is orange color. നെക്സ്റ്റ് എന്താ? ലാസ്റ്റ് ഇറ്റ് ഈസ് എന്താണ്? റെഡ് കളറാണ്. RED. red. how can we spell red? നമ്മൾ എങ്ങനെ റെഡ് സ്പെൽ ചെയ്യാം? RED. red. എന്താണ്? RED. it is red. so you can write red there. അപ്പൊ നമ്മൾ നോക്കുക, with your നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ പഠിച്ചു അല്ലേ. നമ്മുടെ റെയിൻബോസിന്റെ കളേഴ്സ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ പഠിച്ചു. അപ്പൊ ഇതായിരുന്നു എന്താ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ നമ്മളിന്ന് റെയിൻബോസിന്റെ കളേഴ്സ് പഠിച്ചില്ലേ. അപ്പൊ ഇതിന് ശേഷമുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ആയിട്ട് മിസ് എന്ത് ചെയ്യും? അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ എൻ്റെ മക്കൾ എന്ത് വേണം? എല്ലാവരും ഈ റെയിൻബോസിന്റെ കളേഴ്സ് മിസ് പഠിപ്പിച്ചു തന്നതുപോലെ പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.